ബാഹ്യ വിഷയങ്ങൾ പറയാൻ വൈദ്യന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്. എല്ലാത്തിൻ്റെയും രോഗങ്ങളാണ്, ശരീര രോഗങ്ങളാണെങ്കിൽ അതിന് വൈദ്യന്മാരും ഡോക്ടർമാരൊക്കെ ഉണ്ട് അല്ലേ. അതും അദ്ദേഹം ഒരു വൈദ്യരാണ്, എല്ലാ ഇതും നടത്തുന്നത്. പിന്നെ MBBS ഉണ്ട്, ഹോമിയോ ഉണ്ട്, നാട്ടുവൈദ്യുണ്ട്, കുരുക്കന്മാരുണ്ട് അല്ലേ, എല്ലാത്തിനും. പക്ഷേ പ്രപഞ്ചനാഥനിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ച് ആ യഥാർത്ഥമാക്കി തീർക്കാനും ധാരാളം ആളുകളുണ്ട്. അതിന് ശേഖന്മാർ, വലികൾ, സ്വാമികൾ, സിദ്ധന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എല്ലാവരിലേക്കും എല്ലാവരും ചെന്ന് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ദിക്റുകളും തോറ്റങ്ങളുമായിട്ട് അങ്ങനെ മുന്നേറുന്നു, മെഡിറ്റേഷനുകളൊക്കെ ആയിട്ട്. പക്ഷേ പ്രപഞ്ചനാഥനെ, അതായത് ഈശ്വരനെ, അള്ളാഹുവിനെ കിട്ടി അള്ളാഹുവായി തീർന്ന അത് കാണുന്നില്ല. അവർക്ക് ദിക്റുകളും മെഡിറ്റേഷനുകളും, പിന്നെ മെഡിറ്റേഷൻ തന്നെ പറഞ്ഞു ഇതിലെ വിട്ട് വലിച്ചെടുത്ത്, അതുപോലെ വേറെ പല യോഗകളും ഒക്കെ ചെയ്തിട്ട് പലവിധ കോഷ്ടികളും കാണിച്ച് കിടക്കുക. കോഷ്ടി എന്നല്ല പറയും, കോഷ്ടികളും കാണിച്ചിട്ട് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവത്തെ കിട്ടി ദൈവികമായി തീർന്നില്ല. ചിലവർ പറയും സൂഫി എന്നും. സൂഫിക്ക് നല്ല മാർക്കറ്റ് ആയതുകൊണ്ട് എല്ലാവരും സൂഫിയാണെന്ന് പറയാം. മോളെ, ഞാൻ പറയുന്നത് ഞാൻ ഒരു സൂഫിയല്ല, ഈ പറയുന്ന സൂഫിയല്ല. സൂഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ യാഥാർത്ഥ്യമാണ് ഞാൻ. ഇബ്രാഹിം നബി സൂഫിയായിരുന്നു. ഇബ്രാഹിം നബിൻ്റെ ശിഷ്യഗണങ്ങളും ആ ഇബ്രാഹിം നബിനെ പോലെ കരിമ്പിടം പൊരിച്ച് നാട് ചുറ്റി നടക്കില്ലായിരുന്നു. പറയും ഒരു ഭാഗത്തിരിക്കലല്ലായിരുന്നു. ഇപ്പോൾ ചുറ്റി നടക്കുമ്പോൾ അറേബ്യയിൽ നിങ്ങൾക്കറിയാലോ, മണൽക്കാറ്റിലൂടെ മണൽ കയറിയിട്ട് കണ്ണിലും മരുഭൂമിയിൽ ഇപ്പം മരുഭൂമിനെ തിരഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകണം. അവിടെ എല്ലാം പട്ടണങ്ങളും റോഡുകളും ബിൽഡിങ്ങുകളും ആയിപ്പോയി. മുമ്പ് മരുഭൂമി പ്രദേശമാണ് അധികം. അതിൽ കുടിയിൽ വെച്ച് കെട്ടി താമസിക്കുന്ന വീടുകളല്ലാതെ മണിമന്ദിരങ്ങളില്ലല്ലോ. അപ്പം ആ മണൽ കാറ്റടിച്ച് എപ്പോഴും കണ്ണിലും മുടിയും തലയിലും മേലെല്ലാം ആവുന്നതുകൊണ്ടാണ് ഒരു നീളക്കുപ്പായും തലപ്പാവും അണിഞ്ഞിട്ട് അറബികൾ ആകെ മൂടിപ്പൊച്ച് നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ്? അവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണ്. ചിലവിൽ ഭയങ്കര തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ അവർ തണുപ്പിനുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടായിരിക്കും നടക്കുക അല്ലേ. ഇങ്ങനെ ചൂടുള്ള പ്രദേശമാണെങ്കിൽ എല്ലാം ചെറിയ അര ട്രൗസറോ ബനിയനോ ഒക്കെ ഇട്ടിട്ടാണ് നടക്കുക, കാറ്റ് കിട്ടാൻ. എന്ന പോലെ ആ ഇബ്രാഹിം നബി ആ പ്രദേശത്തെ മണൽ കാറ്റും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ അധിക സമയം മൂടിയിട്ടാണ് നടക്കുക. അതിന് മൂടാൻ പലതും കിട്ടിക്കൊള്ളണമെന്നില്ല. പാവം ദാരിദ്ര്യമായിരുന്നു, ജോലിയുമില്ല, പൈസ കിട്ടാനും ഇല്ലല്ലോ. അദ്ദേഹം ഒരു പുതപ്പും പൊതിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പൊതിച്ചിട്ട് ആണ് നടക്കുക. ഈ കമ്മീസ് ഇടുന്നതിനും തലപ്പാവ് അണിയുന്നതിനെല്ലാം കൂടെ ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു തുണി കൊണ്ടോ ഒന്നായിട്ട് മറക്കും. അതിനെന്തൊക്കെ പറയും, കരിമ്പടം എന്നൊക്കെ പറയാം അല്ലേ. പൊതിച്ചിട്ട് നടക്കുക. ശിഷ്യന്മാരും അങ്ങനെ നടക്കുക. അങ്ങനെയല്ലേ നടക്കുന്ന അവർക്ക്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഞാൻ ഉത്ഭവത്തിലേക്ക് പോകുമ്പോൾ വിഷയം മാറിപ്പോകും. അപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ആ ഇബ്രാഹിം നബിൻ്റെ അങ്ങോട്ട് പോകേണ്ടി വരും അല്ലേ. ഇബ്രാഹിം നബിൻ്റെ ശിഷ്യഗണങ്ങൾ, ഇബ്രാഹിം നബി എന്താണെന്ന് വിശദീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഇബ്രാഹിം നബി ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബിക്ക് അള്ളാഹു സൂറത്ത് 6 അന്നാം 75 വചനത്തിൽ ഇബ്രാഹിം നബിക്ക് അള്ളാഹു പ്രപഞ്ച സൃഷ്ടികർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം കാട്ടിക്കൊടുത്തിരുന്നു. അദ്ദേഹം യാഥാർത്ഥമായി തീരാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അദൃശ്യനായ അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായി, ദൃശ്യമായി ആദിയിൽ. അതിനെ നമ്മൾ നൂറുള്ള എന്ന് പറഞ്ഞു അല്ലേ. നൂറുള്ള എന്ന് പറയുന്നത് 100 പ്രകാശം അള്ളാഹുവാണ്. അതിനെ നമ്മൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞു അല്ലേ. ഖുർആൻ സൂറത്ത് 24 100
100 സൂറത്തിലെ 35-ാമത്തെ വചനം, അള്ളാഹു 100 സമാവാത്തി വല്ലറും, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു. അതിനെ 100 എന്ന് പറയും. അതിനെ നമ്മളെ ഭാരതീയ ദർശനത്തിൽ ഉപനിഷത്തുകളും ഒക്കെ പറയുന്നത് ജ്യോതി എന്ന് പറയും. ജ്യോതി എന്ന് പറഞ്ഞാൽ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ജ്വാല അല്ലേ, അതാ ജ്യോതി. അത് ആ 100-നെയാണ് ആകാശഭൂമി പ്രകാശത്തെയാണ് പറയുന്നത്. അതാണ് ഓംകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്നിനെയാണ് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എക്കാലവും എല്ലാ മതങ്ങളും കണ്ടെത്താൻ പറഞ്ഞതും അതിൽ നിന്നാണ് തുടങ്ങുന്നതും. അതാണ് ബുദ്ധനും പറഞ്ഞത്, നിങ്ങളൊരു പ്രകാശമായി തീരുക, പ്രകാശത്തെ കണ്ടെത്തുക. എല്ലാവരും പ്രകാശത്തിലേക്കാണ്, 100-ലേക്കാണ്, ജ്യോതിയിലേക്കാണ് പോകുന്നത്. ആ ജ്യോതിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എല്ലാവരും പറയും ജ്യോതി 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 ജ്യോതി, പ്രകാശം 100 കണ്ടിട്ടുണ്ടോ? പറഞ്ഞ മോൾ തുറന്നു പറഞ്ഞു. ഇല്ല, ഇവരാരും കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പം കണ്ടിട്ടുണ്ട്. ഇവിടെ ഒന്നിനു ശേഷം കണ്ട് ആ ജ്യോതിയെ കണ്ടുകൊണ്ട് നടക്കുക. കാണോ? കണ്ട പുറത്ത് പറഞ്ഞ ഭർത്താവ് സ്വീകരിക്കില്ല കേട്ടോ. ഞാൻ ചോദിക്കാം, നിങ്ങൾ ചിന്തിപ്പിക്കാം. ഞാൻ ചോദിക്കുക, ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിബിഡമായ ആകാശം കാണുന്നല്ലേ, ശൂന്യമായിട്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ വിത്തിട്ട മുളക്കുന്ന ഗർഭത്തെ പോലെയാണ് അല്ലേ. ആ ആകാശം ഭൂമിയും നമ്മൾ കാണുന്ന ആകാശഭൂമികളിലെ പ്രകാശമാണ് അല്ലാഹു എന്ന് പറഞ്ഞു. ഒന്ന് നോക്കുമ്പോൾ നോക്കി, ഏതാണ് ആകാശഭൂമികളിൽ പ്രകാശം? ഒന്ന് നോക്ക്, മൊത്തം ആലോചിച്ച് പറയും. അതാണ് 100 എന്ന് പറഞ്ഞിട്ടും ആകാശഭൂമി പ്രകാശമാണ് അല്ലാഹു എന്ന് പറയും. ജ്യോതി എന്ന് പറയുന്നത് ഓംകാരം. ഒരു പ്രകാശത്തെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞോ, തോന്നുന്ന എന്തും പറഞ്ഞോ, ബാക്കി ഞാൻ ശരിയായിക്കോളാം. കാണുന്നില്ല. അതാണ് മൂസാ നബീനോടും പറഞ്ഞത്. മൂസാ നബി ചോദിച്ചു, അള്ളാഹുവെ നിന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാണാൻ ഇല്ലായിട്ടല്ല കാണാൻ കഴിയത്തെ, നിന്റെ മനസ്സിൽ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടി കാണണം, കണ്ടെത്തിയേ പറ്റുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, തുരിശനാമലിനെ മുകളിൽ അല്ലേ, വായിച്ചില്ലേ? അങ്ങനെ തുരിശനാമലിനെ മുകളിൽ കൊണ്ടുപോയി മൂസാക്ക് അള്ളാഹുവിൻ്റെ തിരുമുഖം കാണിച്ചു കൊടുത്തുന്ന പറഞ്ഞു അല്ലേ. തിരുമുഖം കാണിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ തിരുമുഖമാണ് അവിടെ. അതല്ലേ ആര് കാണിക്കുന്ന ഇവിടെ ലോകത്ത്? ആരും കാണിച്ചോ? മരിച്ചു കഴിഞ്ഞാൽ ബാഗിലൊരു വെളിച്ചം കാണിക്കൂ അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ തിരുമുഖം കാണിച്ചു കൊടുത്തു മൂസ സ്വീകരിച്ചില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് അള്ളാഹുവിൻ്റെ മുഖമാണ്, വിശ്വസിക്കാൻ കഴിയാത്ത. എന്തുകൊണ്ടാണ്? നിങ്ങൾ അള്ളാഹുവിനെ എന്തൊക്കെയോ വ്യാഖ്യാനിച്ച് എന്തൊക്കെയോ ധാരണയിലിരിക്കുക അല്ലേ. ലോകം കാണാത്ത അറിയാത്ത അള്ളാഹുവിനെ, ഈശ്വരനെ, ദൈവത്തെ എന്താണ്, യാതൊരു അടിസ്ഥാനവും ലക്കും ലഗാനവും ഇല്ലാതെ എന്തൊക്കെയോ സങ്കല്പത്തിലിരിക്കുക. ആ അള്ളാഹുവിനെ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ, യഥാർത്ഥ അള്ളാഹുവിനെ കാണിച്ചു കൊടുത്താൽ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ വേറെന്തോ എന്ന് വെച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അള്ളാഹു നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനാന്ന് പറഞ്ഞാൽ എന്ത് സ്വീകരിക്കാൻ കഴിയുമോ? മോളെ പറഞ്ഞു ധൈര്യമായിട്ട്. ഇല്ല, നിങ്ങളാണ്, ഞാനാണ്, അതാണെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയില്ല. എന്തോ സങ്കല്പ ലോകത്തിലാണ് ഇരിക്കുന്നത് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ദൈവം അല്ല, അത് അതിലും നിൽക്കാൻ കഴിയില്ല, പിന്നെയും പോവായിരുന്നു. അതെ, ഓരോരുത്തർക്കും ഓരോ ദൈവം. അപ്പൊ എത്ര ദൈവം? പറഞ്ഞു ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മാവായ നിങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു, ആരുമില്ല. ഞാനും ഇല്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചു. പ്രകാശം ഏതാ മോളെ? പ്രകാശം ആ പ്രകാശം അത് കണ്ടിട്ടില്ല അല്ലേ.
സത്യമാണ്. എല്ലാം വെട്ടിത്തെളിയില്ലേ? മോളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലായിരിക്കുന്നപ്പോൾ അറിയുന്നില്ലെങ്കിലും അള്ളാഹു സൂറത്ത് 100 തന്നെ 35-ാമത്തെ വചനത്തിൽ അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു, അതിൻ്റെ ഉപമ ഇതാ ഒരു വിളക്കുമാടം അല്ലേ? അതിലൊരു വിളക്ക് വെച്ചിരിക്കുന്നു. ഏത്? ആ മാടത്തിൽ. ഏതാ മാടം? കാണിക്കാം. ആ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെ ഈ പറഞ്ഞ പ്രകാശം വിദേശിയോ സ്വദേശിയോ അല്ലാത്ത എണ്ണ കൊണ്ട് കത്തിക്കപ്പെടുന്നു. തീ സ്പർശിച്ചില്ലെങ്കിലും പോലും അത് പ്രകാശിക്കുമാറാകുന്നു. അങ്ങനെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അവൻ തൻ്റെ ആ പ്രകാശത്തിലേക്ക് മാർഗദർശനം കാഴ്ച നൽകുന്നു. അള്ളാഹു ഉദ്ദേശിച്ച നിങ്ങളെയും ആ പ്രകാശത്തിലേക്ക് മാർഗദർശനം കാഴ്ച നൽകാം. വേണോ? അബുദാബിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് തേടി ഇവിടെ വന്ന്, കാരണം അവരെ ഇണകളൊന്നും അനുകൂലിച്ചില്ല എന്ന് വരും. ഇവർക്ക് എന്താ കൊടുക്കുക? തന്നെ കൊടുക്കണം. എല്ലാം വെട്ടിത്തിളങ്ങുന്ന ആ പ്രകടനം. നിങ്ങൾ പറഞ്ഞ സാധനം അതാണ്. ഇതാണ് ആകാശങ്ങളുടെയും ഭൂമിയിലെയും പ്രകാശമല്ല, അതിനെ വെല്ലുന്ന വേറെ പ്രകാശം ഉണ്ടോ ഇവിടെ? കാണാണ്ടോ? ഏതാണ്? എൻ്റെ പേരെന്താ നിങ്ങൾ വിളിക്കുക? അറബിയിലോ? ഷംസ്. എൻ്റെ ആയത്തുകളുണ്ടല്ലോ. ഷംസു ഇതാ, അതാണ് 100 ആകാശഭൂമികളിലെ പ്രകാശമുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് ആരും കാണുന്നില്ല? പണ്ഡിതന്മാർ കാണുന്നില്ല, ഷേഖന്മാർ കാണുന്നില്ല. നിങ്ങൾ ഇത് ഷേഖന്മാരും ഇത് ആത്മീയമായുള്ള ആളുകളായിട്ട് ബന്ധമുണ്ടായിരുന്നു? ആദ്യം ആത്മീയമായി ഇതിലൊന്നും പോയിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോ അത് മാറ്റാൻ വേണ്ടിട്ട് അതൊരു മന്ത്രവാദിയാണ് ഇരിക്കുന്നത്. എല്ലാ മന്ത്രവും കൊന്ത്രവും ഒക്കെ ഉണ്ട്. ആൾക്കാർ അവരെ പിശാചിനെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അല്ലാഹു. ഞാൻ ആകാശത്ത് സുഭദ്രമായ കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്നു. അലങ്കൃതമായി തോന്നുന്നു. ഏതാ കോട്ട? കോട്ട അള്ളാഹു ഉദ്ദേശിക്കുന്നവരും അവൻ തൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം കാഴ്ച നൽകുന്നു അല്ലേ? കാണല്ല, കാണിച്ചു തരാം. അല്ലാത്തവർക്ക് ഉപമകളെ വിശദീകരിച്ചു കൊടുക്കുന്നു. കാണിച്ചു കൊടുക്കാത്ത കാണാത്തവർ എന്താണ്? ഉപമകളാണ് അല്ലേ? പല ഇതുവരെ നിങ്ങൾ എന്താണ് ആ പ്രകാശം, എന്താണ് 100 മനസ്സിലാക്കി ധരിച്ച് വച്ചിരിക്കുന്നത്? നമ്മള് ആ പ്രകാശം എന്താണെന്നാ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതുവരെ? ഇതുവരെ ഇവിടെ വരുന്നവരെ എന്താണ് ആ പ്രകാശം? 100 ആകാശമോ പ്രകാശമോ അല്ലാഹു എന്നത് എന്താണെന്ന് അത് സൂര്യനാണ്. അത് നിങ്ങളെ അള്ളാഹുവിന്റെ 100 എന്താണ്, ആകാശമോ പ്രകാശം എന്താണ് എന്നുള്ള ധാരണയിലായിരുന്നു നിങ്ങൾ ആദ്യം. അത് ഏത് ആ പ്രകാശം ഏതാണെന്നാ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നു? അറിയില്ല. ഓക്കെ. വീഡിയോയിൽ കിട്ടേണ്ട ഭാവന്റെ എങ്ങനെയാണ് പ്രകാശം എന്നൊക്കെ കേട്ടണെങ്കിലും അത് ദൃഢമായില്ല അല്ലെ? ഉറപ്പില്ല. അപ്പം ആ പ്രകാശം തന്നെയാണ്. ഇതേതെന്നറിയാം? ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചത്തെ എല്ലാം നമ്മളെ തന്നെ ഓരോരുത്തരെയും സൃഷ്ടിച്ചേണ്ട ഒരു പ്രകാശത്തിൽ നിന്നാ നമ്മൾ തന്നെ. ഏതാ പ്രകാശം? ബാപ്പയുടെ ആ 100 പ്രകാശം തന്നെ ഉമ്മായുടെ ഗർഭത്തിലേക്ക് ഭൂമിയിലേക്ക് ചെന്ന് അത് മുളിച്ച് വളർന്നല്ലേ നമ്മൾ അല്ലേ? എന്നെപ്പോലെ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ അള്ളാഹുവിൻ്റെ ആ ദൗത്യം തന്നെയാണ് ഇപ്പോഴും നമ്മളിലൂടെയും. നമ്മൾ ബീജമായി ഗർഭത്തിലേക്ക് ചെന്ന് ശിശുക്കളായി പുനർജനിച്ചു. അപ്പോൾ
ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കും മുമ്പേ നമ്മളും ഒരു വസ്തുവില്ല, ശൂന്യമായിരുന്നു. ഇപ്പം നമ്മൾ ആകാശത്ത് നോക്കുന്ന പോലെ അന്ന് അതുപോലെയില്ല, ശൂന്യമായിരുന്നു പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അല്ലേ. ആ ശൂന്യമായിരിക്കുന്ന ആ ഊർജം, അതിനെ ശാസ്ത്രം പറയും ഊർജം എന്ന്, നമ്മുടെ അറബിയിൽ പറയൂ റൂഹ് അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയും, ഉപനിഷത്തുകൾ പറയും ചൈതന്യം എന്ന് പറയും. ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അദൃശ്യനായിരിക്കുന്ന ആ അള്ളാഹുവിനല്ല ഈശ്വരനെ, അവൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായി ദൃശ്യമായി അതിനാണ് എല്ലാ മതങ്ങളും പറഞ്ഞ് ജ്യോതി എന്നും നൂറുള്ള എന്നും ആകാശമോ പ്രകാശം എന്നും ബുദ്ധൻ ആ പ്രകാശത്തെ കണ്ടെത്താനും ഒക്കെ പറഞ്ഞു. ഇപ്പം നിങ്ങൾ കണ്ടെത്തില്ലേ? അപ്പോൾ ഈ പ്രകാശത്തെ ആർക്കും ഭൂമിയിലെ ദൈവത്തിൻ്റെ ആളാന്ന് പറയുന്നവർക്ക് പോലും അറിയില്ല പ്രകാശത്തെ. അങ്ങനെ ആദ്യ ഒളിവ് അല്ലേ, ആദ്യ ഒളിവ്, ആ വിത്ത് അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന വിത്ത് അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങൾ ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി അത് മുളച്ചു. ഒരു വിത്ത് മുളച്ചിട്ടല്ലേ എലിയും തണ്ടും തടിയായി വടവൃക്ഷമാവുന്നു. അതിനെ കാണിക്കുന്നതാണ് ഷഹാദത്ത് കലിമ. അതാണ് ഷഹാദത്ത് കലിമ. മുസ്ലിമുകൾക്കൊന്നും അറിയില്ല. ഈ മുസ്ലിം എന്ന് പറഞ്ഞവർക്ക് ഷഹാദത്ത് കലിമ അറിയില്ല. ഷഹാദത്ത് കലിമ അറിഞ്ഞ് ഉറപ്പിച്ചാൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഉറപ്പിച്ചു എന്നല്ല പറഞ്ഞു. അപ്പം നിങ്ങൾ ഷഹാദത്ത് കലിമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടാവുമായിരുന്നു. അതിലൂടെ അള്ളാഹുവിനെ കാണാനും അറിയാനും അനുഭവിക്കാനും പറ്റുമായിരുന്നു. പക്ഷേ ആർക്കും അറിയുന്നില്ല. മുസ്ലിമുകൾ ഷഹാദത്ത് കലിമ അറിയുന്നില്ല. ഷഹാദത്ത് കലിമ അറിഞ്ഞ് ഉറപ്പിച്ചാൽ ഫാത്തിഹ ഇതിലൂടെ നമസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഷഹാദത്ത് കലിമയിലൂടെ കാണിക്കുന്ന, അപ്പോൾ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച്, പ്രകാശത്തിൻ്റെ കഠിനമായ പ്രകാശം ചൂട് അല്ലേ, ചൂടല്ലേ പ്രകാശത്തിൻ്റെ ആ ചൂട് മർദ്ദം തള്ളി വികസിച്ച്. ഇപ്പോൾ കുക്കറൊക്കെ കണ്ടില്ലേ, തീ കത്തിച്ച ചൂടായ ഉള്ളിലെ എല്ലാം വെന്ത് എരിയും ചെയ്യും. ആ ഗ്യാസ് പുറത്തേക്ക് പോകുന്നില്ല, പിഷ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും കുക്കർ. അപ്പോൾ ആ ചൂടാണ് മർദ്ദം തള്ളൽ ശക്തിയായിട്ട് വികസിച്ച് വ്യാപിച്ച് വായുവായി, പ്രകാശം തീ ചൂട് വായു ആയി വികസിച്ച് വ്യാപിച്ച് അനവധി വാതകങ്ങളായി വ്യാപിച്ചു വന്നുകൊണ്ട് ആ പ്രകാശമാണ്. അതിനെയാണ് ശാസ്ത്രീയമായിട്ട് ഖുർആൻ പറഞ്ഞത് സജറത്തിൽ തൊയ്യബ, ഒരു വടവൃക്ഷത്തെ പോലെ, ഒരു വിത്ത് മുളച്ച് ഒരു വടവൃക്ഷമാകുന്ന പോലെ. അതാ സജറത്തിൽ തൊയ്യബ എന്ന് ഖുർആൻ പറഞ്ഞു ഷഹാദത്ത് കലിമയെ. അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് ആ ഷഹാദത്ത് കലിമയെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച്, പ്രകാശം തീ ചൂട് നൂറ് നാറ് ഹവ മാ ആയി വ്യാപിച്ച് എന്നിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ആ പ്രകാശ ചൂടേറ്റ് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കോഴിയുടെ മുട്ട ദ്രാവകമാണ് അല്ലേ, ദ്രാവക രൂപമല്ലേ, അതിലേക്ക് അത് വിരിയാൻ വേണ്ടി കോഴി തൻ്റെ അടയിരിക്കുക അവിടെ വെച്ച് അടയിരുത്ത് അതിൽ ചൂടേൽപ്പിച്ച്, കോഴി തൻ്റെ ചൂടേൽപ്പിച്ച് ആ ദ്രാവകത്തെ വറ്റിച്ച് കോഴിയാക്കി തീർക്കുന്ന പോലെ, അവയവങ്ങൾ എല്ലാം ചേർന്ന് ഒരു കോഴിയാക്കി തീർക്കുന്ന പോലെ ആ പ്രകാശം തൻ്റെ ഈ വാദങ്ങളിലെല്ലാം ആ പ്രകാശ ചൂടേൽപ്പിച്ച് അതെല്ലാം രൂപപ്പെട്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റ് ഗോളാവയവങ്ങളെല്ലാം ചേർന്ന ഒരു ശരീരം എന്ന പോലെ ദൃശ്യമായി. അതാണ് അഷദ് അൻ നൂറ് അൻ എന്ന് പറയുമ്പോൾ അലിഫ് നൂനും നൂറിനെ കാണിക്കുന്നു. അൻ ലാമായി പ്രസരിച്ച് വികസിച്ച് ലാ ഇലാഹായി. ആ ഇലാഹ് അതിനെയാണ് ഉപനിഷത്ത് പറഞ്ഞ് അർദ്ധനരീശ്വരനായ ശിവമാണ്. അർദ്ധം എന്ന് പറഞ്ഞാൽ പാതി സ്ത്രീയും ബാക്കി പുരുഷനുമായ, സ്ത്രീയും പുരുഷനും ചേർന്ന അർദ്ധനരീശ്വരനാണ് ശിവൻ. അതിനാശിതം അല്ല ഇലാഹ എന്ന് പറഞ്ഞത്. അപ്പോൾ ശിവനും ഉപനിഷത്ത് ശിവനെന്നും അറബി ഇലാഹ എന്നും ശാസ്ത്രം എന്ന് പറയാനാണ് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയും. ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച രൂപം കൊണ്ട് അശ്വതോ അല്ല ഇലാഹയെ ശിവനെ, അർദ്ധനരീശ്വരന ശിവനെ പ്രപഞ്ചം എന്ന് പറയും ശാസ്ത്രം.
അപ്പോൾ ഈ പ്രപഞ്ചമല്ല, ലാ ഇലാഹയും ശിവനുമായ ഈ സ്വരൂപത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന ഗർഭമാണ് ഭൂമി. ഭൂമിയിൽ വിത്തിട്ട മുളക്കല്ലേ, ആ ഗർഭമാണ്, അത് അർദ്ധനാരി. ആ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് ആ പ്രകാശമല്ല ഈ പ്രപഞ്ച ശിവനും ഇലാഹും പ്രപഞ്ചമായി ദൃശ്യമായത് രൂപപ്പെട്ട് എന്ന പോലെ തൻ്റെ പ്രകാശം വീണ്ടും തൻ്റെ ഗർഭത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തൻ്റെ ഈ ശിവൻ്റെയും ഇലാഹിൻ്റെയും ചെറു രൂപത്തിൽ പുനർജനിച്ച ശിവനും ഇലാഹും പുനർജനിച്ച ശിവന്റെ അവതാരമാണ് ആദിമ മനുഷ്യനായി വന്നത്. അതിനാണ് ഇലാഹിൽ നിന്ന് പിറന്ന ഇല്ലാല്ലാ എന്ന് പറഞ്ഞത്. അശ്വതു അല്ല, ഇലാഹിൽ നിന്ന് ഇലാഹിൽ തന്നെ പുനർജനിച്ചുള്ള ഇല്ലല്ലാ എവിടെ ആദിമ മനുഷ്യനായിട്ട് വന്നു ഭൂമിയിൽ, അല്ലേ? തുടർന്നും ആ ദൗത്യം തന്നെ, ആ ദൈവത്തിൻ്റെ ദൗത്യം തന്നെ നാരിയാം സ്ത്രീ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയുടെ പ്രതീകമായ നാരിയാം സ്ത്രീയും ആ പുരുഷനുമായിട്ടാണ് ആദവും ഹവ്വയായി വെളിവായത്, അല്ലേ? തുടർന്നും അപ്പം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ ഖുർആൻ ആദമിനോട്, നിങ്ങൾ ആ പഴം ഭുജിക്കണ്ട, ഭുജിച്ചാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നൊക്കെ പറയൽ കേട്ടില്ലേ? അവർ രണ്ടാളും പഴം ഭുജിച്ചു, അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി. അപ്പൊ ഇതാ പഴം ഭുജിച്ച് ചേർന്നു. അപ്പൊ കുഞ്ഞുങ്ങളുണ്ടായി. പിന്നെ പോലെ അടിയും പിടിയും കച്ചറിയും പ്രശ്നങ്ങളൊക്കെ ആയി. ആ സ്വസ്ഥത ഉണ്ടല്ലോ, അവര് രണ്ടാളും ഇണപ്രാവുകളെ പോലെ ഭൂമിയിൽ ഉല്ലസിച്ച് നഗ്നമായിരുന്നു. വസ്ത്രമൊന്നും വേണ്ടല്ലോ, ആരുമില്ലല്ലോ, ഭൂമിയിൽ ഉല്ലസിച്ച് അങ്ങനെ നടക്കുന്ന ആ സ്വർഗത്തിൽ നിന്ന് അവർ നരകത്തിലേക്കായി. കുട്ടികളും പ്രശ്നങ്ങളും. അതാണ് ആ പഴം ഭുജിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഭുജിച്ച് അതിലൂടെ വീണ്ടും അവർ തന്നെ ആ ഗർഭത്തിലൂടെ വീണ്ടും അനവധി ബീജാന്തരങ്ങളായി ജന്മാന്തരങ്ങളായി അനവധിയായി വ്യാപിച്ചിരിക്കുന്നതാണ് ഭൂമിയിലെ എല്ലാ മനുഷ്യരും, നിങ്ങളും ഞാനും എല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും മുഹമ്മദും നിങ്ങളും ഞാനും ആ ഒന്ന് തന്നെയാണ്, പുനർജനിച്ചു എന്നുള്ളതാണ്, വേറെ അല്ല. ശരിയല്ലേ? കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത്? ഓ, കൃഷ്ണൻ വേറെ, രാമൻ വേറെ, ബുദ്ധൻ വേറെ, യേശു വേറെ, മുഹമ്മദ് വേറെ, ഇവരെല്ലാവരും വേറെ വേറെ ജാതി മത വിഭാഗങ്ങളായി അജ്ഞരായ നാം സങ്കല്പിച്ച് കണക്കുകൂട്ടി പരസ്പരം വൈരുദ്ധ്യം, വിരോധവും, അടിയും പിടിയും കച്ചറിയും ഇപ്പം യുദ്ധം നടക്കുന്നില്ലേ? ഇങ്ങനെ ലോകത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവികമായി തീർന്നവരെല്ലാവരും വന്നിട്ട് ഈ അജ്ഞരും അന്ധരുമായ മനുഷ്യരെ താൻ ദൈവമാണെന്ന, പ്രപഞ്ചനാഥനാണ്, ഒന്നാണെന്ന തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത് എല്ലാവരും. അതാണ് എല്ലാ മതങ്ങളും ആയിട്ട് നമ്മളിവിടെ വ്യാഖ്യാനിക്കുന്നത്. ആ മതം, ഈ മതം. അപ്പോൾ ഒരു മതവുമില്ല, ഈ പ്രപഞ്ചനാഥൻ മാത്രമാണ്. അവൻ്റെ പ്രകാശം ഗർഭമായ തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഭൂമിയിലേക്ക് വന്ന് നരിയും സ്ത്രീയും പുരുഷനുമായി ആദിമ മനുഷ്യനായി പുനർജനിച്ചുകൊണ്ട് ദൈവമാണ് ജനിക്കുന്നത്. തുടർന്ന് ബീജാന്തരങ്ങളുടെ ജന്മാന്തരങ്ങളായി ഭൂമി വ്യാപിച്ചിരിക്കുന്നത് ആ ഇലാഹും ആ ശിവനും തന്നെയാണ്. ശിവാവതാരമെന്നും ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലല്ലയാണ്. അതിനെയാണ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞത്.